ഒരു സംസ്ഥാനത്തിൻ്റെ വരുമാനം എന്നത് കേവലമായ സംസ്ഥാനത്തിൻ്റെ വരുമാനം മാത്രമല്ല, നമ്മളുണ്ടാക്കുന്ന തനത് വരുമാനമുണ്ട്. എന്നാൽ അതിനു പുറമെ നമ്മുടെ നാട്ടിൽ നിന്നും നികുതിയായി പിരിക്കുന്ന പണത്തിൽ വലിയ ഭാഗം, ഏറെക്കുറെ മുഴുവൻ കേന്ദ്രത്തിനാണ് പോകുന്നത് ഇപ്പോഴത്തെ നിലയിൽ. അപ്പോൾ അതിൻ്റെ വിഹിതം എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകണം. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതമുണ്ട്. ആ വിഹിതത്തിൽ അർഹതപ്പെട്ടത് നൽകുന്നില്ല, അതിലും കുറവ് വരുത്തുകയാണ്. ഇതൊരു ഭാഗമാണ് സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ. ഇത് രണ്ടിനോടും ഒപ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനും മറ്റും പണം കണ്ടെത്തുന്നതിന് കടമെടുക്കേണ്ടതായിട്ട് വരും. കടമെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങളോട് നിങ്ങൾ ഇത്രയേ കടമെടുക്കാൻ പാടുള്ളൂ എന്ന് നിബന്ധന വെക്കുന്ന നിലയുണ്ടായി, അതിന് പരിധി വെക്കുന്ന നിലയുണ്ടായി. കേന്ദ്ര ഗവൺമെൻറ് പരിധി വെക്കാൻ സാധാരണഗതിയിൽ പാടില്ലാത്തതാണ്. പക്ഷേ പരിധി നിശ്ചയിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിച്ചാൽ കേരളത്തിന് അർഹതപ്പെട്ട വായ്പ എടുക്കാനുള്ള അനുമതിയില്ല. അവിടെയും കേരളത്തെ പ്രയാസപ്പെടുത്തലാണ്. ഈ പറഞ്ഞ വായ്പ എടുക്കാനുള്ള പരിധി നിശ്ചയിച്ചാൽ ആ പരിധിയിൽ പറയുന്ന തുക വായ്പ എടുക്കാമല്ലോ, അതിൽ കുറവുണ്ടെങ്കിലും. അതിലും പിന്നീട് കുറവ് വരുത്താൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി ഉണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി നാഷണൽ ഹൈവേ നിർമ്മിക്കുകയാണ്. അവരതിനു വേണ്ടി വലിയ കടമെടുക്കുന്നുണ്ട്. ആ കടം ഇന്ത്യ ഗവൺമെൻറ് കടമല്ല, അവർ സ്വതന്ത്രമായി എടുക്കുന്നതാണ്. ബജറ്റിൽ ആ കടം രേഖപ്പെടുത്തുന്നുമില്ല. പക്ഷേ നമ്മുടെ അതേ മാതൃകയിലുള്ളൊരു നടപടി സ്വീകരിച്ചു. നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ പണം വേണ്ടത്ര ഇല്ല എന്നുള്ളത് കൊണ്ട് ഒരു സമാന്തര സാമ്പത്തിക സ്രോതസ്സ്, അതിനാണ് നാം കിഫ്ബിയെ 2016 പുനർജീവിപ്പിച്ചത്. കിഫ്ബിയിലൂടെ പണം ചെലവഴിച്ച് നാടിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനം ഉറപ്പുവരുത്തലാണ് കണ്ടത്. അങ്ങനെ കിഫ്ബി നല്ല പ്രവർത്തനം നടത്തി. ആദ്യത്തെ 5 വർഷം 50,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞത്. 5 വർഷം പൂർത്തിയായപ്പോൾ 62,000 കോടിയായി. ഇപ്പോൾ 1,00,000 കോടി കവിഞ്ഞു പദ്ധതികൾ. ഇത് കണ്ടപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് മട്ടുമാറി. കേന്ദ്ര ഗവൺമെൻറ് കിഫ്ബിയുടെ കടം, കിഫ്ബി എടുക്കുന്ന കടം, അത് സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുന്നത് തീർത്തും തെറ്റായ സമീപനമാണ്. അപ്പോൾ കേന്ദ്രത്തോട് ചോദിച്ചു, നിങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കടമെടുപ്പ് കേന്ദ്ര ഗവൺമെൻറ് വായ്പാ പരിധിയിൽ പെടുത്തിയിട്ടില്ലായിരുന്നു. ബജറ്റിൻ്റെ ഭാഗം എല്ലാവരും അത്. എന്തുകൊണ്ടാണ് കിഫ്ബി അതിൽ ഉൾപ്പെടുന്നത്? അതിന് കൃത്യമായ മറുപടിയില്ല, വിദണ്ഡവാദങ്ങളാണ്. അപ്പോൾ കേരളത്തെ പ്രത്യേക ശത്രുതാഭാവത്തോടെ കാണുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൃത്യമായി മാസം തോറും നൽകണമെന്ന് LDF ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു. അതിനൊരു കാര്യം ഉറപ്പുവരുത്തി. അതിനുവേണ്ടി ഒരു കമ്പനി, ആ കമ്പനി സാമൂഹ്യക്ഷേമ പെൻഷനുള്ള പണം മുഴുവൻ ചെലവിടും. ആ കമ്പനിക്ക് സർക്കാർ തിരിച്ചു കൊടുക്കും. ഇത് നല്ല നിലക്ക് നടക്കുകയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു,
സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്പനി കടമെടുത്താൽ ആ കടം സംസ്ഥാന ഗവൺമെൻറ് വായ്പാ പരിധിയിൽപ്പെടുത്തും. എല്ലാ തരത്തിലും നമ്മളെ പ്രയാസപ്പെടുത്തലാണ്, കേരളത്തെ പ്രയാസപ്പെടുത്തലാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ സാധാരണഗതിയിൽ നാടൊന്നാകെ അതിനെതിരായിട്ട് വരും. കാരണം നാടിൻ്റെ പ്രശ്നമാണല്ലോ, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണല്ലോ, നാടിൻ്റെ വികസനത്തെയാണല്ലോ ബാധിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറാവും. നമ്മുടെ നാടിൻ്റെ നിർഭാഗ്യകരമായ അവസ്ഥ, ഇവിടെ ഇതിനെതിരെ അരയക്ഷരം കോൺഗ്രസോ UDF പറയില്ല എന്നാണ്. BJP കേന്ദ്ര ഭരണകക്ഷിയാണ്. BJP സ്വീകരിക്കുന്ന ഈ നിലപാടിനോടൊപ്പമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഭാവിയിൽ ഇവർക്കെന്താണ് താല്പര്യം? നമ്മുടെ കോൺഗ്രസും UDF എന്ന് പറയുന്നത് 2016 മുൻപ് കേരളത്തിൽ മാറി മാറി അധികാരത്തിൽ വന്നവരാണല്ലോ. അവർക്ക് ഈ നാടിനോട് താല്പര്യമുണ്ടാകണ്ടേ? നാടിൻ്റെ അവസരങ്ങൾ നിഷേധിക്കത്തക്ക രീതിയിൽ നാടിനെ ദ്രോഹിക്കുന്ന നടപടി കേന്ദ്ര ഗവൺമെൻറ്റിൽ ഉണ്ടാകുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാൻ ഇക്കൂട്ടർക്ക് മനസ്സ് വേണ്ടേ? പക്ഷേ അവരതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവർ നല്ല നിലക്ക് കേന്ദ്ര ഗവൺമെൻറ് സമീപനത്തെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. അത്തരം ഘട്ടങ്ങളിൽ വൻതോതിൽ കേരളത്തിലെ LDF ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനാണ് അവരാരംഭിച്ചത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാട് ന്യായീകരിക്കത്തക്ക സമീപനമാണ് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ഭാഗത്തുണ്ടായത്. നമ്മുടെ കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ പാർലമെൻറ്റ് അംഗങ്ങൾ പ്രത്യേക സാഹചര്യത്തിൽ വലിയ നമ്പറാണല്ലോ UDFന് പാർലമെൻറ്റിലുണ്ടായത്. അവരാരെങ്കിലും ഇതിനെതിരെ ശബ്ദിച്ചോ? അവർ ശബ്ദിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിനെതിരെയാണ്, കേരള സർക്കാരിനെതിരെയാണ്. ഇത് ഒരു നാട്ടിലും കാണാത്തൊരു കാര്യമാണ്. ദുരന്തം നേരിടുന്നത് നമ്മുടെ നാട് മാത്രമല്ല, പല സംസ്ഥാനങ്ങൾ ദുരന്തം നേരിടേണ്ടി വരുന്നുണ്ട്. പല സംസ്ഥാനങ്ങൾക്കും അവരുടേതായ വികസന പ്രശ്നങ്ങളുണ്ട്. അവിടങ്ങളിലെല്ലാം അവിടെയുള്ള പാർട്ടികളെല്ലാം ഒന്നിച്ചു നിൽക്കും, ഒരേ വികാരത്തോടെ നിൽക്കും. അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടും. ഇവിടെ അതിന് തയ്യാറല്ല. നമ്മൾ അളമുട്ടിയാൽ ചേരയും കടിക്കുന്നുണ്ടല്ലോ. അങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് നിവേദനങ്ങൾ പലതും നടത്തി, ഒരു പ്രതികരണവും ഇല്ല. അങ്ങനെ വന്നപ്പോൾ നമ്മൾ പ്രക്ഷോഭത്തിൻ്റെ മാർഗം സ്വീകരിച്ചു. കേരളത്തിൽ പ്രക്ഷോഭം നടത്തുമ്പോൾ ആ പ്രക്ഷോഭത്തോടൊപ്പം സഹകരിക്കാൻ കോൺഗ്രസിനോടും UDFനോടും നമ്മൾ അഭ്യർത്ഥിച്ചു. അങ്ങനെ ഞങ്ങളില്ല, ഞങ്ങൾ നിങ്ങളുമായി സഹകരണത്തിനില്ല എന്ന നിലപാടാണ്. എന്താണത്? ആ സഹകരണം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന വിവേചനത്തിനെതിരെയുള്ള യോജിപ്പല്ലേ? കേരളത്തിൻ്റെ വികാരം ഒന്നിച്ച് ഉയർത്തുമ്പോൾ അതിൻ്റേതായ ശക്തിയും കരുത്തുമില്ലേ? പക്ഷേ അതിന് കോൺഗ്രസും UDFും തയ്യാറല്ല. ഡൽഹിയിൽ രാജ്യം വലിയ തോതിൽ ശ്രദ്ധിച്ച ഒരു പ്രക്ഷോഭം നാം നടത്തി. മന്ത്രിസഭയാകെ MLA മാർ MP മാർ എല്ലാം പങ്കെടുത്ത ഒരു പ്രക്ഷോഭം. അതിനെ ദേശീയ നേതൃനിര, വലിയ നേതൃനിര തന്നെ വന്ന് അഭിവാദ്യം ചെയ്തു, സംസാരിച്ചു. അതിനും കോൺഗ്രസിനോടും UDFനോടും യോജിക്കാൻ പറഞ്ഞു. തയ്യാറായില്ല. എന്താണിത് കാണിക്കുന്നത്? എന്താണ് BJPക്കെതിരെ സംസാരിക്കാൻ
ഇതുപോലുള്ള കാര്യങ്ങളിൽ പോലും കോൺഗ്രസ്സിന് വിഷമം. അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദുർവിധി, ദുര്യോഗം. അവർക്ക് ബി ജെ പിക്കെതിരെ സംസാരിക്കാൻ നാക്കനക്കാൻ പറ്റുന്നില്ല. പിന്നെ ബി ജെ പിക്കെതിരെ പ്രക്ഷോഭം നടത്താനാണെങ്കിൽ ആലോചിക്കാനേ പറ്റില്ല.